വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് CBIയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CBIയുടെ കൊച്ചി യൂണിറ്റ് ഇന്നലെ പ്രാഥമികമായ അല്ലെങ്കിൽ ആദ്യഘട്ട കുറ്റപത്രം ആ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. ഇനി അത് ആ കുറ്റപത്രം അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുള്ള അല്ലെങ്കിൽ സംസ്ഥാന വിജിലൻസ് പോലീസിൻ്റെ കൈവശമുള്ള മുഴുവൻ ഫയലുകളും CBIക്ക് ലഭിച്ചാൽ മാത്രമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നത് ലൈഫ് മിഷന് പുറത്തുള്ള യൂണിറ്റാക്കും അതുപോലെ തന്നെ UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രമാണ് ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അന്ന് CBIക്ക് പരാതി നൽകുന്ന അന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അല്ലെങ്കിൽ തലേ ദിവസമാണ് സംസ്ഥാന വിജിലൻസ് ഇതുമൊരു കേസെടുക്കുന്നത്. ആ കേസെടുത്തതിൻ്റെ ഭാഗമായി അന്ന് തന്നെ പിന്നെ ലൈഫ് മിഷനിലുണ്ടായിരുന്ന മുഴുവൻ ഫയലുകളും വിജിലൻസ് പോലീസ് എടുത്തു കൊണ്ടുപോയുണ്ടായി. അപ്പോൾ അതിന് ശേഷമാണ് CBIയുടെ FIR വരുന്നത്. CBIയുടെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന വിജിലൻസ് ഈ ഫയലുകൾ മുഴുവൻ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം ഏതാണ്ട് ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന പോലീസിന് ഇതുമേ അല്ലെങ്കിൽ സംസ്ഥാന വിജിലൻസിന് ചാർജ് പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. കേസന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ വളരെ സജീവമായി സത്യസന്ധമായി അന്വേഷണത്തിൽ ഏർപ്പെട്ട ഒരു DYSP സർക്കാരിൻ്റെ തന്നെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ജോലിയിൽ നിന്ന് വളണ്ടിയർ റിട്ടയർമെൻറ്റ് എടുത്ത് പോകുന്ന ഒരു സാഹചര്യം വരെ ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പിന്നീട് എൻ്റെ പരാജയത്തിന് ശേഷം ആ കേസ് കാര്യമായി വിജിലൻസ് അന്വേഷിച്ചിരുന്നില്ല. CBIക്കും ആ കേസ് അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഫയലുകൾ മുഴുവൻ വിജിലൻസിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് പറയുന്നുണ്ടായിരുന്നു, ഈ FIR കോഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ കേസ് നീട്ടി പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആ കേസും പൂർണ്ണമായിട്ടില്ല. അതിനിടയിലാണ് പിന്നെ CBI കൊച്ചി യൂണിറ്റ് 2 ദിവസം മുമ്പ് ഇതിൻ്റെ ആദ്യഘട്ട കുറ്റപത്രം നൽകിയിട്ടുള്ളത്. പിന്നെ അത് അന്വേഷണം കൃത്യമായി പൂർത്തിയാകണമെങ്കിൽ 2-3 കാര്യങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുണ്ടാകേണ്ടത്. കാരണം അന്ന് ഈ വിജിലൻസ് അന്വേഷണം ഏറ്റവും ആദ്യം ഞങ്ങൾ തന്നെയാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത്. പക്ഷേ വിജിലൻസ് അന്വേഷണത്തിലേക്ക് ഗവൺമെൻറ് പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. CBIക്ക് ഞങ്ങൾ പരാതി നൽകാൻ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഗവൺമെൻറ് വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോയത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ CBI അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചതിന് ശേഷമാണ് CBIക്ക് പരാതി കൊടുക്കുന്നത്. ഇന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇന്ന് ആഭ്യന്തരമന്ത്രിയാണ്. വിജിലൻസ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ സ്റ്റാൻഡ് വിജിലൻസ് അന്വേഷണം വേണ്ട എന്നുള്ളതാണ്. അന്നത്തെ ആ സ്റ്റാൻഡ് രമേശ് ചെന്നിത്തല എടുക്കണം. വിജിലൻസ് അന്വേഷണം സർക്കാർ ആ ഉത്തരവ് പിൻവലിക്കണം. വിജിലൻസിൻ്റെ കയ്യിലുള്ള മുഴുവൻ രേഖകളും കോടതിയുടെ അനുമതിയോടുകൂടി CBIക്ക് കൈമാറണം. അതാണ് ഒന്നാമത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത് കഴിഞ്ഞ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായും അന്ന് ആ ചർച്ച നയിച്ച ബഹുമാനായ VD സതീശൻ ഇന്നത്തെ മുഖ്യമന്ത്രി വളരെ കൃത്യമായും ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോരോ വിഷയങ്ങളിലെയും കൃത്യമായ ഇടപാടുകൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയും നിയമമന്ത്രിയുമാണ്. സുപ്രീം കോടതിയിൽ പിന്നെ CBI അന്വേഷണത്തിൻ്റെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയെ അദ്ദേഹവും അന്ന് എതിർത്തിരുന്നതാണ്. സ്വാഭാവികമായും അദ്ദേഹം നിയമമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ CBI അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഗവൺമെൻറ് കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായും സുപ്രീം കോടതിയിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലൈഫ് മിഷൻ കൊടുത്ത കേസ് പിൻവലിക്കണം. 2 വിഷയങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് വളരെ കൃത്യമായും പ്രതികളിലേക്ക് എത്തണമെങ്കിൽ സുപ്രീം കോടതിയിൽ ലൈഫ് മിഷൻ കൊടുത്ത കേസ് പിൻവലിക്കണം. അത് ഗവൺമെൻറ് ആണ് അത് ചെയ്യേണ്ടത്, നിയമവകുപ്പാണ് ചെയ്യേണ്ടത്. രണ്ടാമത് വിജിലൻസ് കേസ് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ വിജിലൻസ് കേസും സംസ്ഥാന ഗവൺമെൻറ് പിൻവലിക്കണം. ഈ 2 കേസുകളും പിൻവലിച്ച് എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളോടും കൂടി ഇപ്പോൾ CBI അന്വേഷിക്കുന്ന FCRയുടെ വിഷയങ്ങൾ മാത്രമാണ്. അതുമാത്രമല്ല അഴിമതി നിരോധന നിയമവും അതുപോലെ തന്നെ ഈ വിഷയത്തിലെ ഗൂഢാലോചനയും എല്ലാം ചേർത്ത് CBIക്ക് ഗവൺമെൻറ് കൈമാറാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് സംസ്ഥാന ആഭ്യന്തര നിയമ വകുപ്പുകൾ മുൻകൈയെടുത്ത് ഈ കേസ് പൂർണ്ണമായും CBIക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നാം ഘട്ട കുറ്റപത്രം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ അന്നത്തെ ലൈഫ് മിഷൻ്റെ ഭാരവാഹികളിലേക്ക് കേസ് പോകണം. അന്നത്തെ ലൈഫ് മിഷൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് പിന്നെ ചെയർമാൻ പിണറായി വിജയനാണ്, വൈസ് ചെയർമാൻ അന്നത്തെ പിന്നെ എൽ.എസ്.ഡി മിനിസ്റ്റർ AC മൊയ്തീനാണ്, അന്നത്തെ ലൈഫ് മിഷൻ CEO UV ജോസാണ്. ഇതിനെല്ലാം ആസൂത്രണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനാണ്. ഈ 4 പേരിലേക്കും അന്വേഷണം പോകണമെങ്കിൽ CBIക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഗവൺമെൻറ് കൊടുക്കണം. നിലവിൽ അതൊരു കോടതിയുടെ സംവിധാനത്തിൻ്റെ ഭാഗം എന്ന രീതിയിലാണ് അന്വേഷണം പോകുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും ഇടപെടലുണ്ടെങ്കിൽ തന്നെ മറ്റ് CBI കേസുകൾക്ക് വിഷയം എന്ന് പറയുന്നത് സ്വമേധയെ എടുക്കുന്ന കേസുകളാണ്, രാഷ്ട്രീയ വൈരാഗ്യം മൂലം എടുക്കുന്ന കേസുകളാണ്. ഇതല്ല സ്ഥിതി. ഇത് ആ പ്രദേശത്ത് തന്നെ ജനപ്രതിനിധി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നൽകിയുള്ള FIR-ആണ്, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇട്ട FIR-ആണ്. മറ്റ് കേസുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ CBI കേസുകൾക്ക് ED കേസുകൾക്ക് പ്രത്യേകത അതിനൊന്നും പരാതിക്കാരുണ്ടാകാറില്ല. ആ സ്വാഭാവികമായും ഒരു കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരായുള്ള ബ്ലാക്ക് മെയിലിന് വിധേയമായിട്ടുള്ള ചില കേസുകൾ ഉണ്ടാകാറുണ്ട്. ഇത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ആ പ്രദേശത്തെ ജനപ്രതി എന്ന രീതിയിൽ നൽകിയ പരാതിയാണ്. ആ പരാതിയിലെ പരാതിക്കാരൻ ലൈവാണ്. പിന്നെ ഈ FIR-നകത്ത് വളരെ കൃത്യമായും പരാതിക്കാരൻ്റെ പേര് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ തന്നെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയും. CBI എന്തെങ്കിലും തരത്തിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ BJP സ്വഭാവത്തിലേക്ക് CBI പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും പരാതിക്കാരെന്ന രീതിയിൽ എനിക്ക് കോടതിയുടെ നടപടികളെ എനിക്ക് കടക്കാൻ കഴിയും എന്നുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഈ കേസ് CBIക്ക് വിടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സംസ്ഥാന വിജിലൻസിൻ്റെ വിഷയം എന്താ ഞാൻ പറഞ്ഞല്ലോ. ഈ കേസിനകത്ത് പ്രതികൾ വിദേശ രാജ്യത്തെ പ്രതികൾ ഉൾപ്പെടെയുണ്ട്. സംസ്ഥാന വിജിലൻസ് എന്ത് ചെയ്യാൻ കഴിയും? FCRA ആക്ടിനകത്ത് വിജിലൻസ് എന്ത് ചെയ്യാൻ കഴിയും? വിജിലൻസ് ശുപാർശ ചെയ്യണം അത് CBI അന്വേഷണത്തിന്. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. FCRAയുടെ പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ വിജിലൻസിന് കേസെടുക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ശുപാർശ ചെയ്യാലോ. സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന മണി ലോണ്ടറിങ് ആക്ട് PMLAയുടെ പരിധിയിൽ വരുന്ന കേസുകൾ, ആ കേസുകൾ പിന്നെ സ്വാഭാവികമായും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അതിനകത്ത് മണി ലോണ്ടറിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് EDക്ക് ശുപാർശ ചെയ്യാനേ കഴിയൂ. അങ്ങനെയാണ് ആ കേസുകളുടെ പിന്നെ നിയമപരമായ ഉദ്ദേശം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, CBI വിഷയത്തിൽ ഇത് എൻ്റെ പരാതിയാണ്, ഞാൻ നൽകിയ പരാതിയാണ്. ഇത് ഒരു സുമോട്ടോ എടുത്ത ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടൊരു കേസല്ല, ഞാൻ നൽകിയ പരാതിയാണ്. CBI എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ എനിക്ക് കോടതിയെ സമീപിക്കാം, പരാതിക്കാരനാണ്. മറ്റ് കേസുകളിൽ ലാവ്ലിൻ ഉൾപ്പെടെയുള്ള പല കേസുകളിലും പരാതിക്കാരില്ല, ഗവൺമെൻറ്റാണ് പരാതിക്കാരായി നിൽക്കുന്നത്. ഇതങ്ങനെയല്ല. ഇതൊരു പൗരൻ എന്ന രീതിയിൽ, ആ പ്രദേശ ജനപ്രതി എന്ന രീതിയിൽ എനിക്ക് ആ കേസിനകത്ത് ഞാൻ ആ പഠിച്ച വിഷയമായതുകൊണ്ട് എനിക്ക് കോടതിയിൽ തന്നെ എൻ്റേതായ രീതിയിൽ എനിക്ക് ഇടപെടാൻ കഴിയും. അതുകൊണ്ട് CBIയെ നമ്മൾ നിരീക്ഷിക്കും. CBIക്ക് എവിടെയാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, CBIക്ക് എവിടെയാണ് പാളുന്നത് അത് എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. മറ്റ് സംസ്ഥാനങ്ങളിലെ കേസെന്ന് പറയുന്നത് ആ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കെതിരായി BJP ഗവൺമെൻറ്റുകൾ എടുക്കുന്ന കേസുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇവിടെ അതല്ല, ഇത് എൻ്റെ ഡിഫറൻ്റാണ്. എത്ര നേരമായി പറയണു? ഞാൻ എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഹൈക്കോടതി അതിനകത്തില്ല. ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. നിങ്ങൾ FIR പഠിച്ചു നോക്ക്. ഞാൻ എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് കൊടുത്ത വെള്ളക്കടലാസിലെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CBI കൊച്ചി യൂണിറ്റ് കേസെടുക്കുന്നത്. അതെ, FIR നിയമം ലംഘിച്ചു എന്ന് കൊടുത്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഇതിന് ഹൈക്കോടതി ഒന്നും അതിനകത്ത് വന്നിട്ടില്ല. UAE ഉണ്ടല്ലോ, അതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ. UAE റെപ്രസെൻറ്റ് ലൈഫ് മിഷനും തമ്മിൽ കരാർ ഒപ്പിട്ടുണ്ടല്ലോ. ആ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ FCRAയുടെ പരിധിയിൽ വന്നത്. അതൊക്കെ ഹൈക്കോടതി കേസ് സംസ്ഥാന ഗവൺമെൻറ് എത്രയോ തവണ കേസ് നടത്തി തള്ളിയ കേസാണ്. അതുകൊണ്ടാണല്ലോ കേസ് സുപ്രീം കോടതിയിൽ പോയത്. ഹൈക്കോടതിയിൽ കേസ് സർക്കാർ നടത്തി വിജയിച്ചെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണ്ടല്ലോ. ഹൈക്കോടതിയിൽ സർക്കാർ പരാജയപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ സർക്കാർ പോയത്. ആണല്ലോ, ഹൈക്കോടതിയിൽ സർക്കാർ വിജയിച്ച സുപ്രീം കോടതിയിൽ പോകണ്ടല്ലോ. ഇത് പെറ്റീഷൻസ് മുഴുവൻ, അപ്പീൽ പെറ്റീഷൻസ് മുഴുവൻ സർക്കാരിൻ്റേതാണ്, നമ്മുടേതല്ല. അല്ല, ഇതിനകത്ത്
ഇത് വളരെ പഴയൊരു കേസാണ്, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് സത്യമായിട്ട്. ഇതിനകത്ത് ഇത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പല പഞ്ചായത്തുകളും പല പ്രദേശങ്ങളും പണിത സാധനമാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഏജൻസി ഉണ്ട്, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, പിന്നെ PMC എന്നാണ് എൻ്റെ പേര്. ഈ PMCകളാണ് ചെയ്യുന്നത്. അത് ദേശീയ അവാർഡ് നേടിയ ഹാബിറ്റാറ്റിനായിരുന്നു വടക്കാഞ്ചേരിയിലെ PMC. അവരാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു സമയത്ത് AC മൊയ്തീൻ്റെ നിർദ്ദേശപ്രകാരം, ശിവശങ്കരൻ്റെ നിർദ്ദേശപ്രകാരം ഹാബിറ്റാറ്റിനെ ഒഴിവാക്കുകയാണ്. അവിടേക്ക് പിന്നെ യാതൊരു രേഖയുമില്ലാത്ത യൂണിറ്റാക്കും സെയിൻ വെഞ്ചേഴ്സും കടന്നു വരികയാണ്. അതിന് യാതൊരു രേഖയില്ല. നിങ്ങളൊരു പൊതുസ്ഥലത്ത് ഭൂമി കയ്യേറി പണിയുന്ന പോലെയാണ് ഇവർ ഈ പൊതുസ്ഥലത്ത് കയ്യേറി പണിതത്. അത് പിന്നെ ഹാബിറ്റാറ്റായിരുന്നു ആദ്യം സർക്കാർ അംഗീകരിച്ചത്. ഹാബിറ്റാറ്റാണ് അതവിടെ പണിയേണ്ടത് യഥാർത്ഥത്തിൽ. അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുമല്ലോ. അവരെ ഒഴിവാക്കിയത് എന്തിനാണ്? ഹാബിറ്റാറ്റിനെ ഒഴിവാക്കുന്നത് ഫ്രീ പാപ്പ് ടെക്നോളജി അനുസരിച്ച് പണിയാൻ വേണ്ടിയിട്ടാണ്. ഫ്രീ പാപ്പ് ടെക്നോളജി ഹാബിറ്റാറ്റിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാബിറ്റാറ്റിനെ ഒഴിവാക്കുന്നത്. പക്ഷേ നിർമ്മിച്ചത് ഹാബിറ്റാറ്റിൽ ചെയ്ത അതേ കൺസ്ട്രക്ഷൻ മാതൃക തന്നെയാണ് ഇവരും നിർമ്മിച്ചത്. ഫ്രീ പാപ്പ് ഇതല്ല ചെയ്തത്. പക്ഷേ ഇവർക്ക് യൂണിറ്റാക്കും സർക്കാരോ യൂണിറ്റാക്കും ലൈഫ് മിഷനുമായിട്ട് യാതൊരു എഗ്രിമെൻറ്റും ഇല്ല, ഒരു രേഖയില്ല. അല്ല, ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 6 പേരും അതിനുശേഷം വരുന്ന ലൈഫ് മിഷൻ്റെ ആളുകളുമാണ് ഭാരവാഹി. അത് ഒഫീഷ്യൽസ് ലൈഫ് മിഷൻ എന്നാണ് FIRൽ കിടക്കുന്നത്. ഒഫീഷ്യൽ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെയർമാൻ പിണറായി വിജയനാണ്, വൈസ് ചെയർമാൻ AC മൊയ്തീനാണ്, പിന്നെ UV ജോസാണ്, ഇടക്കാലത്തുണ്ടായിരുന്ന പിന്നെ CEO ശിവശങ്കരനാണ്. അപ്പോൾ ആ ഫയൽ കൃത്യമായിട്ട് പരിശോധിക്കണം. ലൈഫ് മിഷൻ എങ്ങനെയാണ് യൂണിറ്റാക്കിന് ഈ കെട്ടിടം പണിയാനുള്ള അനുമതി കൊടുക്കുന്നത്? അതാണ് നമുക്കറിയേണ്ട കാര്യം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വടക്കാഞ്ചേരി പോലെ ഒരു സ്ഥലം AC മൊയ്തീൻ എന്ന് പറയുന്ന തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ഹോം ടൗണായ വടക്കാഞ്ചേരിയിൽ ഒരു കെട്ടിടം പണിയുമ്പോൾ യൂണിറ്റാക്ക് എങ്ങനെ പണിതു, എന്ത് രേഖയുടെ അടിസ്ഥാനത്തിൽ, ആരാണ് യൂണിറ്റാക്കിന് കൊടുത്തത്? അത് കണ്ടുപിടിച്ചാൽ ഇത് ക്രിസ്റ്റൽ ക്ലിയറാണ്. ആരാ കൊടുത്തത്, എങ്ങനെയാണെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് കഴിയും. എങ്ങനെയാണ് യൂണിറ്റാക്കിന് സർക്കാർ സ്ഥലത്ത് വന്ന് കെട്ടിടം പണിയാൻ കഴിയുന്നത്? നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റായിട്ട് യാതൊരു ബന്ധവുമില്ല. ലൈഫ് മിഷൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഭൂമിയില്ലാത്ത വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പ്രോജക്റ്റാണ്. അതിനുവേണ്ടി കേരളത്തിലെ 10ഓളം നഗരസഭയിൽ ഇത് ഏറ്റെടുത്തു. അതിലൊരു നഗരസഭയാണ് വടക്കാഞ്ചേരി നഗരസഭ. അവിടേക്ക് 15 കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തി. ആ വകയിരുത്തിയത് എൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ സബ്ജക്റ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ജലീൽ ചെയർമാനായ LSTD സബ് കമ്മിറ്റിയിൽ ഞാൻ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോജക്റ്റ് തന്നെ വരുന്നത്. ഇതിൻ്റെ മോഡൽ പ്രോജക്റ്റ് 2007 അടാട്ട് പഞ്ചായത്തിലെ ആശ്രയ ഫ്ലാറ്റാണ്. കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനാണ്. എൻ്റെ കൂടി താല്പര്യപ്രകാരമാണ് ഈ ഫ്ലാറ്റ് വരുന്നത്. ഈ ഫ്ലാറ്റ് CN ബാലകൃഷ്ണൻ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി തൃശ്ശൂരിൽ ഒരു കലാപരിപാടി നടത്തി സമാഹരിച്ച കാശ് കൊണ്ടാണ് ഈ ഭൂമി വാങ്ങുന്നത്. ആ ഭൂമിയിൽ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായിരുന്നത്. അതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഹാബിറ്റാറ്റിൻ്റെ പ്രോജക്റ്റ് ഇതായിരുന്നു. പക്ഷേ ഈ പ്രോജക്റ്റ് ഏതാണ്? ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ റെഡ് ക്രോസ് വരുന്നത്. റെഡ് ക്രോസ് എന്ന് പറയുന്നത് ഈ നോൺ ഇസ്ലാമിക് രാജ്യങ്ങളിലാണ് ഈ റെഡ് ക്രോസ് ഉള്ളത്. കാരണം ഈ ക്രോസ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഉപയോഗിക്കില്ല. അപ്പോൾ ഇസ്ലാമിക് രാജ്യങ്ങളിലെ റെഡ് ക്രോസിൻ്റെ പേരാണ് റെഡ് ക്രസൻറ്റ് എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ പ്രസിഡൻ്റാണ് അതിൻ്റെ ചെയർമാൻ. അതിൻ്റെ പേരാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൽ റെഡ് ക്രോസാണ്. പക്ഷേ അത് പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ അത് റെഡ് ക്രസൻ്റ് ആവും. UAEയിലെ ഇസ്ലാമിക് രാജ്യങ്ങൾ മുഴുവൻ റെഡ് ക്രസൻ്റ് ആവും. ആ റെഡ് ക്രോസും റെഡ് ക്രസൻറ്റും ഒന്നാണ്. അവർ ഭൂമിയില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കലല്ല അവർ ജോലി. കലാമിറ്റി ഉണ്ടാകുമ്പോൾ, പാൻഡമിക്കുകൾ ഉണ്ടാകുമ്പോൾ ഇടപെടലാണ് ഇവർ ഉത്തരവാദിത്വം, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇവിടെ ഉണ്ടായത് എന്താണ്? പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് പണിയാനാണ് ഈ സ്കീം എന്ന് പറയുന്നത്. പക്ഷെ വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിൽ ഒരാൾ പോലും ഈ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളില്ല. അപ്പോൾ ലൈഫ് മിഷൻ്റെ പ്രോജക്റ്റ് ഹൈജാക്ക് ചെയ്യാണ്. എന്നിട്ടാണ് ഈ പ്രോജക്റ്റിനെ ക്രാഷ് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ എഗ്രിമെൻറ്റുമായി നോക്കുമ്പോൾ വടക്കാഞ്ചേരിയിൽ ആർക്കും ഇത് വീട് കിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ ഡിഫറൻ്റാണ്. അതുകൊണ്ടാണ് ഇതിന് ഡോക്യുമെൻറ്റുകളില്ലാത്തത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് വടക്കാഞ്ചേരിക്ക് വേണ്ടിയല്ല പ്രോജക്റ്റ് ലൈഫ് മിഷനും റെഡ് ക്രസൻറ്റും തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഒരു വരിയില്ല.
ഈ 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എഗ്രിമെൻ്റ്. മനസ്സിലായല്ലോ? അത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഫ്ലാറ്റും അതിനോട് ചേർന്നൊരു ആശുപത്രിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഏത് പഞ്ചായത്തിലാണ് നിൽക്കണേ? ഈ വടക്കാഞ്ചേരി നഗരസഭയിലാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നിൽക്കണേ. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നിൽക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലാണ്. ആ നഗരസഭ പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് അഡീഷണലായിട്ടൊരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പണിയാണ്. മുണ്ടത്തിക്കോട് പഞ്ചായത്തിൽ ഇതേ വടക്കാഞ്ചേരി നഗരസഭ ഉണ്ടായിരുന്ന പഴയ മുണ്ടത്തിക്കോട് പഞ്ചായത്തിൽ PHC ഉണ്ട്. ഈ നഗരസഭയിൽ വേറെ PHC ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവർ വേറൊരു ആശുപത്രി നിർമ്മിക്കാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അത് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ചികിത്സിക്കാൻ വേണ്ടിയാണ്. അവിടെ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു വീട് നഷ്ടപ്പെട്ട ഒരാളുമില്ല. ഉള്ള ആൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റും ഞാൻ തന്നെ മുൻകൈ എടുത്ത് 8 വീടും കംപ്ലീറ്റ് ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ പൂർണ്ണമായ തട്ടിപ്പ് പ്രോജക്റ്റാണ്. UAE റെഡ് ക്രസൻറ്റും ലൈഫ് മിഷൻ നമ്മളുടെ എഗ്രിമെൻറ്റിൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞൊരു വരി പോലും ഇല്ല.